യെസ്, ഇത് നമ്മുടെ ക്രക്സ്. വേറെ മുതലിൻ്റെ അടുത്തുണ്ട് കേട്ടോ. യെസ്, ഇതായിരിക്കണുണ്ടല്ലേ നമ്മുടെ ന്യൂ ബ്രാൻഡ് ഡ്യൂക്ക് 250 ഏട്ടാ. അത് നമ്മുടെ പുഴക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ന്യൂ ബ്രാൻഡ് ഡ്യൂക്ക് 250യുടെ മുമ്പിലാണ് നിൽക്കുന്നത്. എൻ്റെ മോനെ, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പോലെ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണേക്ക് മുന്നേ വരെ ഫോട്ടോയിൽ കണ്ടുവരുന്ന വണ്ടി ഇതാ. അപ്പം നേരിട്ട് കണ്ടിതാ തൊട്ടു. ഈ ഒരു വണ്ടി ഭ്രാന്തൻ അല്ലെങ്കിൽ ഒരു ബൈക്ക് ഭ്രാന്തെന്ന് പറയുമ്പോൾ ഈ സാധനത്തിൽ തൊടുമ്പോഴുള്ള ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓമാഞ്ചം മുന്തി നിൽക്കുക. എൻ്റെ മോൻ സത്യം പറഞ്ഞാൽ ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബോധം പോയി. സൂപ്പർ ഡ്യൂക്ക് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അധികം ഇല്ലേ. പക്ഷേ ഈ ഒരു മൊബൈലിനെ ശരിക്കും കണ്ടപ്പോഴേക്ക് ആ ഒരു ഫീലാണ് കിട്ടിയത്. കാരണം ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഈ സൈഡിൽ നിന്നൊക്കെ ഉള്ള ഒരു ലുക്ക് നോക്കിയാൽ നിങ്ങൾ. എൻ്റെ മോനെ, വണ്ടി മിരിക്കാനൊക്കെ എന്ത് രസമാണെന്നറിയോ. അയ്യോ, ഇരുന്നിട്ട് ഈ ഒരു ഇതൊക്കെ എന്ത് രസമാണെന്നറിയോ. അയ്യോ, സത്യം പറഞ്ഞാൽ നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾ ഇത് വണ്ടിക്ക് വലിയ ലുക്കില്ല എന്നൊക്കെ തോന്നും, ചിലവർക്ക് തോന്നിയിരുന്നു. പക്ഷെ വണ്ടി നേരിട്ട് കണ്ടാൽ നിങ്ങൾ പറയില്ല ഇത്രയും ലുക്കുള്ള വണ്ടിയാണോ, നമ്മൾ ലുക്കിൽ ഇല്ല എന്ന് പറഞ്ഞെന്ന് തോന്നും. ഈ ഒരു കളർ സ്കീം, ഈ ഓറഞ്ച് വൈറ്റ്, പിന്നെ ഈ ഒരു ഗ്ലോസി അടിച്ചിട്ടാണ്, സ്റ്റിക്കറിൻ്റെ മുകളിൽ ഗ്ലോസി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കർ ഒരിക്കലും പോവില്ല നമുക്ക് KTM പറയണത്. സത്യം പറഞ്ഞാൽ വണ്ടി ലുക്ക് കണ്ടിട്ട് ഞാൻ കുറച്ച് നേരം ഞാൻ സ്തംഭിച്ചു പോയി. കാരണം ഈ ഒരു 390യുടെ ഹെഡ്ലൈറ്റൊക്കെ ഇതിനല്ലേ വ്യത്യാസമുണ്ട്. കാരണം ഡ്യൂക്ക് 250യുടെ ഹെഡ്ലൈറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് വരുന്നുണ്ട്. 390ക്ക് ആകുമ്പോൾ ഇവിടെ ഒരു DRലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി ലുക്ക് കണ്ടിട്ട് ഞാൻ ഷക്കായി പോയി. നമ്മളെ പോലെ ഒരു മിഡിൽ ക്ലാസ് പഠിക്കുന്ന പയ്യൻ അല്ലെങ്കിൽ ഒരു നമ്മുടെ പോലെ ഒരു സാധാരണക്കാർക്ക് ഈ വണ്ടി മേടിക്കണം നമുക്ക് പറ്റിയ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. 390 അല്ലെങ്കിൽ 250 ഒക്കെ, ഡ്യൂക്ക് 250 ഒക്കെ അത്രയും പൈസ കൊടുത്ത് മേടിക്കാൻ പലർക്കും പറ്റില്ല. സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ ഇതുപോലെ വണ്ടി വന്ന് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ വണ്ടി നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് എന്നൊക്കെ പറയുമ്പോൾ വേറെ മാതിരിയാണ്. വണ്ടി അവിടെ നിന്ന് ഞാൻ കുറച്ചും കൂടി നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, അവിടെ ഒരു വൈബ് ഉണ്ടെന്നില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് വണ്ടി കയറ്റിച്ചപ്പോൾ അത് ലുക്കായിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയണം. വണ്ടിയുടെ ഭംഗിയിൽ ഞാൻ സത്യം പറഞ്ഞാൽ ലയിച്ചു പോയി. സത്യം പറഞ്ഞാൽ ഈ വണ്ടി കംപ്ലീറ്റ് മാറി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാറി. കാരണം വണ്ടി പഴയ ഡ്യൂക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇൻഡിക്കേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കാര്യം പറയട്ടെ, വണ്ടിയുടെ ഈ ഒരു ഡിസ്പ്ലേ നോക്കി നമ്മുടെ ഈ ടച്ച് മൊബൈലില്ലേ, മൊബൈൽ പോലെ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഡ്യൂക്ക് 390യുടെ അത്രയ്ക്ക് ഇതിൻ്റെ ഇത് വരുന്നില്ല കേട്ടോ. കാരണം ഓണാക്കുമ്പോൾ ഉള്ളത് കാണിച്ചു തരാം. റെഡി ടു റൈസ് കാര്യങ്ങളൊക്കെ വേണ്ടി കാണാം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് വാണിങ്ങുകൾ കാണിച്ചു തരാം. കില്ലിങ് സ്വിച്ച്, അതുപോലെ തന്നെ കുറച്ച് ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ, പിന്നെ എൻജിൻ വാണിങ്, ABS, അങ്ങനെ കുറേ കാര്യങ്ങൾ, ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. പിന്നെ നോർമലായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള വരുന്നത് വണ്ടി ട്രാക്ക് മോഡ്, റെയിൻ മോഡ്, അങ്ങനെ പിന്നെ കുറച്ച് മോഡുകളുണ്ട്. കൂടുതൽ നല്ല റിവ്യൂ ആണെങ്കിൽ നല്ല ചാനൽ കണ്ടാൽ മതി. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്നത് ഫുള്ള് റിവ്യൂ ആയിട്ട് എൻ്റെ ചാനൽ ആരും കാണരുത്. ഒരു വണ്ടി ഇഷ്ടമുള്ള ആൾക്ക് വണ്ടിയെ കാണുമ്പോൾ എങ്ങനെയാണ് ഇഷ്ടപ്പെടുക, വണ്ടി ഓടിച്ചു നോക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. കാരണം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഞാനൊക്കെ. അപ്പോൾ അങ്ങനെയാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വണ്ടിയുടെ കില്ലിങ് സ്വിച്ചിൻ്റെ ഭാഗമൊക്കെ മാറിയിട്ടുണ്ട് കണ്ടില്ലേ, ഇങ്ങനെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട് കണ്ടിട്ട്, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ പറയുമ്പോൾ കറക്റ്റ് ഒരു കുഴി പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ. കാരണം നമ്മൾ ഈ കയ്യിലിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ നേരെ നോക്കിയിരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് വണ്ടി നമുക്ക് നോക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമുക്കിത് ലെഫ്റ്റ് റൈറ്റിൽ ഇങ്ങനെ സംഭവം നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു ഡിസ്പ്ലേയിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ടായി നമ്മൾ. പിന്നെ ഇവിടെയാണ് വരണത് സംഭവം, വണ്ടിയുടെ കീയ്, പിന്നെ ഷോക്കപ്പിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഷോക്കപ്പ് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് ജസ്റ്റ് കാണിച്ചു തരാം, ഓണാക്കിയിട്ട് ഇതിൻ്റെ ഡിമ്മും ബ്രൈറ്റ്. രാത്രിയൊക്കെ പോകുമ്പോൾ യാതൊരു രസവും, ശരിക്കും ഒരു ഡബിള്. കാരണം ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴല്ലോ നമ്മളൊരു ബ്ലേഡ് കൊണ്ട് വരഞ്ഞെങ്ങനെ ഉണ്ടാവും അമ്മാതിരി ഫിനിഷിങ് ആ വണ്ടിക്ക്. സൈഡിൽ നിന്ന് ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു ലക്ഷ്യമില്ല. പിന്നെ വരേണ്ടതുള്ള ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ടയറിൻ്റെ സൈസ് അറിയാമല്ലോ. പിന്നെ RCയിലുള്ള പിന്നെ അതുപോലെ എന്താ പറയുക കനം കുറച്ചിട്ടാണ് അവർ ഡിസ്കുകളെ കൊടുത്തിട്ടുള്ളത്. ടയർ സൈസ് വരുന്നത് എന്താ പറയുക 110 MRFൻ്റെ തന്നെ ഒരു സ്റ്റീൽ ബ്രേസ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെയാണ് വന്നിട്ടുള്ളത്. ടയർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീൽ ബ്രേസിൻ്റെ തന്നെ MRFൻ്റെ ഒരു ഇത് വരുന്നത് 110-70 ഫ്രണ്ടിലെ ടയർ സൈസ് വരുന്നത്. ബാക്ക് ടയറും അതുപോലെ തന്നെയാണ്, അത്യാവശ്യം കുറച്ച് കാണാൻ നല്ല ബൾക്കിയായിട്ടുണ്ട്. 150-60 വരുന്ന ഒരു ബാക്ക് സൈസാണ് ബാക്ക് ടയർ. പിന്നെ ബാക്കിൽ വരുമ്പോൾ സെക്ഷൻ വരുമ്പോൾ ഈ LED ഇതൊക്കെ കണ്ടില്ലേ, അവൻ്റെ പൊന്നെ ഒരു ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചേഞ്ചൊക്കെ ഉണ്ടാവും. മെയിനായിട്ട് ഈ സംഭവം കണ്ടില്ലേ, ഈ പിന്നെ ഗാബ്രയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വെറൈറ്റി ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലൈറ്റിൻ്റെ മുകളിൽ ചെറിയൊരു സറൗണ്ടിങ് ആണ്. കാരണം ബാക്കിൽ ഇങ്ങനെ ആരെങ്കിലും ഇറങ്ങുമ്പോൾ തട്ടിയിട്ട് പൊട്ടാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെറിയ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ കൂടിക്ക് ഇഷ്ടമാവാണ്ടിരുന്നതെന്ന് പറയുമ്പോൾ ഇഷ്ടമാവാണ്ടിരിക്കുന്നതല്ല, കാര്യം നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മൺകാളാണ്. പക്ഷെ നമ്മുടെ പോലുള്ള പിള്ളേർ എന്താ അത് എടുക്കുക മാറ്റുക, ഇത് മാറ്റിയിട്ട് നമ്മൾ
നോർമൽ ടെയിൽ വയ്ക്കും മടക്കിയേക്കുന്നത്, അത് വയ്ക്കുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ സീറ്റൊക്കെ നല്ല രീതിയിൽ നല്ല ഒരു കുഴപ്പമില്ലാതായിട്ടുണ്ട്. പിന്നെ ടാങ്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും അതെ അടിപൊളിയായിട്ടുണ്ട്. മെയിനായിട്ട് ഇങ്ങനെ ഒരു 250 ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം ഇങ്ങനെ ഫ്രണ്ടിൽ വന്നില്ല. ഇതൊക്കെയാണ് വണ്ടീനെ മെയിനായിട്ട് ലുക്ക് അധികം ആക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഫുള്ളായിട്ട് റിവ്യൂ ആയിട്ട് കണക്കാക്കരുത് വീഡിയോ. അതിനെക്കുറിച്ച് ആരും നെഗറ്റീവ് ഒന്നും പറയരുത്. നമുക്ക് വണ്ടി ഇഷ്ടപ്പെട്ടിട്ട് വന്ന് വണ്ടി കാണുക, വണ്ടി ഓടിച്ചു നോക്കുക, അതിനാണ് നമ്മൾ മെയിനായിട്ട് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യം നിങ്ങൾക്കും പറഞ്ഞു തരിക, അത്രേ ഉള്ളൂ. പിന്നെ വലിയ റിവ്യൂ ചാനലാണെങ്കിൽ നമ്മുടെ സ്ട്രെല്ല് അങ്ങനെ ഒരുപാട് നല്ല നല്ല ചാനലുണ്ട്, അത് കണ്ടാൽ മതി. പിന്നെ LC4C എന്ന് പറഞ്ഞിട്ടുള്ള LC എന്ന് വെച്ചാൽ ലിക്വിഡ് ഫോർ കൂൾഡ് എഞ്ചിൻ എന്നാണ് പറഞ്ഞിട്ട് കാണിക്കുന്നത്. നമ്മൾ കൂളറൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ഷോർട്ടായിട്ടാണ് LC4C നിങ്ങൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ, അതോടെ പറഞ്ഞില്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ചിലവർക്ക് LC4Cയുടെ ചിലവർക്ക് അറിയില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറഞ്ഞാൽ ഞാനും ഇങ്ങനെ അറിഞ്ഞിട്ടൊന്നുമല്ല, അങ്ങനെ അവരെ കാണുമ്പോഴൊക്കെ നമുക്ക് പടി കിട്ടുക. കാരണം കുറച്ചും കൂടി വലുതാക്കി ഫ്രണ്ടിക്കൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് വൈറ്റിലായിട്ടുള്ളതുകൊണ്ട് ജാതി രസമുണ്ട്. പിന്നെ അവിടെ നിന്ന് ഡ്യൂക്ക് എന്നുള്ള ലോഗോയും പിന്നെ അതിനടിയിൽ നൈസായിട്ട് 250 കൊടുത്തിട്ടുണ്ട്, അത് നൈസായിട്ടാണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ നോക്കുമ്പോഴൊക്കെ നമുക്ക് വണ്ടിയുടെ എഞ്ചിനൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റൂട്ടോ. കാരണം ഒരു 249 എഞ്ചിൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. 249.07 cc ഇവിടെ എഞ്ചിൻ എഴുതിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറെ സാധനം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. വണ്ടിയുടെ ബാക്കിലൊക്കെ നമ്മൾ സബ് വെച്ചിട്ടുള്ള പോലെയാണ് നമ്മുടെ റേഡിയേറ്റർ കാണുന്നത്. കാരണം അങ്ങനെ കുറച്ച് വളഞ്ഞിട്ട് ഒരു കെറുവ് അല്ലാതെ റേഡിയേറ്റർ ഇരിക്കുന്ന കണ്ടില്ലേ, പിന്നെ കുറച്ച് കെറുവായിട്ടിരിക്കാൻ വേണ്ടി കാണാൻ പറ്റുന്നുണ്ട്. മെയിനായിട്ട് ഈ എക്സോസിൻ്റെ ബെൻഡ് വൈപ്പൊക്കെ പോയിട്ട് കാണാൻ എന്ത് രസമാണെന്ന് അറിയാം. കാരണം ശരിക്കും ഒരു സ്പോർട്സ് ലുക്ക് അല്ലെങ്കിൽ ഒരു മോട്ടോർ ലുക്ക് കാണാൻ കറക്റ്റ് അതിലായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഇതൊക്കെ പോയിട്ടുള്ളതുകൊണ്ടേ കാണുമ്പോൾ അത് രസമായിട്ട് കാണാൻ. പിന്നെന്താ പറയുക, പിന്നെ ഈ സിംഗാമിൻ്റെ സൈസ് കണ്ടില്ല, സൈസ് കൂടിയുണ്ട്. ഇത് കാരണം ബ്ലാക്ക് കളർ തന്നെ തോന്നുന്നു, ആ ബ്ലാക്ക് കളർ തന്നെ, പക്ഷേ ഒരു മാറ്റ് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ അത് സിംഗാമ്പ് മറ്റേ കുറച്ചും കൂടി മറ്റേ ട്രാക്കിൽ മോട്ടോർ ജീവി വയ്ക്കില്ല, അതിൻ്റെ കോലൊക്കെ കഴിഞ്ഞ ഒറ്റ നോട്ടൊരു കാണും കേട്ടോ. പിന്നെ എക്സോസ് നേരത്തെ കാണാത്തവർക്ക് വേണ്ടി ഇപ്പോൾ അതുകൊണ്ട് എനിക്കും കാണും. കാരണം പണ്ടത്തെ ആദ്യം എക്സോസ് ഉണ്ടെന്നില്ല, ഇപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ വെച്ചപ്പോൾ കുറച്ചുകൂടി ലുക്ക് ആയിട്ട് കേട്ടോ വണ്ടിയുടെ. പിന്നെ ഷോക്കപ്പ് വരുന്ന ഷോപ്പൊക്കെ നമ്മൾ അഡ്ജസ്റ്റബിളാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. WPയുടെ എപ്പെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോക്കപ്പാണ്. കാരണം സൈഡിലായിട്ടിരിക്കുന്നത്, സെൻറ്ററിലല്ല, കുറച്ച് സൈഡിലേക്കായിട്ടിരിക്കുന്നത്, കുറച്ച് റൈറ്റ് സൈഡിലേക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ നൈസായിട്ടുണ്ട്. പിന്നെ ഫുഡ് റഷ് നോർമലി അതിങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് വെൽഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നൈസായിട്ട്. പിന്നെ വണ്ടിയുടെ മെയിനായിട്ട് ഇത്രയൊക്കെ തന്നെ, കുറേ കാര്യങ്ങൾ ഇത്ര തന്നെ വ്യത്യാസം. വണ്ടി കംപ്ലീറ്റ് ചേഞ്ച് ആയെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പുതിയൊരു ഡ്യൂക്കായിട്ടാണ് ഇരിക്കണത്. പിന്നെ എക്സോസ് ഒന്നുകൂടി കേൾക്കാം നമുക്ക്, അത് രസമായിട്ട് എക്സോസിൻ്റെ സൗണ്ട് കേൾക്കാൻ. പഴയ ഡ്യൂക്കിൻ്റെ ചെറിയ ശബ്ദം നമുക്ക് കേൾക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ലൗഡായിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു വേറൊരു സ്വഭാവം സൗണ്ട് പോലെയാണ്. കില്ലിങ്ങൊക്കെ കണ്ടില്ല ഇങ്ങനെയാണ്. ഓക്കെ, ഓണാക്കി കണ്ടില്ലേ, നൈസായിട്ടുണ്ട്. ഓക്കെ, പിന്നെ മീറ്റർ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് 390 വെച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വണ്ടി ഓണാക്കുമ്പോൾ തന്നെ എന്തൊരു ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഇത് കാണിക്കും. 390 വെൽക്കം എന്നൊക്കെ കൊണ്ട് നൈസായിട്ട് കാണിക്കും. 250 അത്രയ്ക്ക് ഇല്ല, നോർമലി കുറച്ച് നോർമലല്ല കുറച്ചും കൂടി വ്യത്യാസമായിട്ടുണ്ട്. പിന്നെ ഈ ഡിസ്പ്ലേ കുറച്ചും കൂടി പൊന്തിയിട്ടാണ് നിൽക്കണത്. കാരണം ഹാൻഡിലിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് പൊന്തിയിട്ട്, കാരണം മറ്റേ സൂപ്പർ ഡ്യൂക്കിൻ്റെ ഒക്കെ പോലെ തന്നെ കുറച്ച് പൊന്തിയിട്ട്, സൂപ്പർ ഡ്യൂക്ക് ഓടിച്ചവർക്കും കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും, കുറച്ചുകൂടി പൊന്തിയിട്ട് നിൽക്കണേ. അതൊക്കെ നൈസായിട്ട് വണ്ടിയുടെ. പിന്നെ ഒരു ശരിക്കും നമ്മൾ ഇതിലിരുന്നാൽ പിന്നെ നമ്മൾ ലോക്കാവണ പോലെയാണ് സീറ്റിൻ്റെ സെറ്റപ്പൊക്കെ ഉള്ളത്. കാരണം ബാക്കിൽ വേറെ ആൾക്കൊരു ഇരിക്കാനൊന്നും പറ്റില്ല, പിന്നെ കുറച്ച് ഇറങ്ങി കയറിക്കാനൊന്നും പറ്റില്ല. പിന്നെ ബാക്കിൽ പെല്ലിനെ ഇരിക്കാം. പിന്നെ നമ്മൾ ശരിക്കും ടാങ്കിൻ്റെയും സീറ്റ് നമ്മുടെ ബാക്കിൽ സീറ്റിൻ്റെയും കറക്റ്റ് സെൻറ്ററിലാവും. പിന്നെ ഇരുന്നിട്ട് നോക്കുമ്പോൾ ലുക്ക് നേരത്തെ കണ്ടുവല്ലോ, ഇങ്ങനെ ഒരു ലുക്കാട്ടോ ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് വരുന്നത്, അടിപൊളിയായിട്ട്. പിന്നെ എന്താ പറയുക, വണ്ടിയിട്ട് ഫുള്ള് കംപ്ലീറ്റ് പുതിയതായി സത്യം പറയാച്ചാൽ. കാരണം നിങ്ങൾക്ക് പുതിയതായി പറയാനുള്ള വേറെ കാരണമല്ല, ഇതിനൊക്കെ മുന്നേ ഉള്ള ഡ്യൂക്ക് 250 എന്താ പറയുക Gen 2 Gen 3 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ മുന്നേയുള്ള ഡ്യൂക്ക് 250 എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാവും. പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗമായാലും മൺകാടിൻ്റെ ഭാഗമായാലും ഈ ഫ്രണ്ടിലുള്ള കിറ്റായാലും സീറ്റായാലും ടാങ്കായാലും ടയർ സൈസായാലും എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. ഇൻ്റർനാഷണൽ ലെവലിൽ വരുമ്പോൾ പിന്നെ ഇൻ്റർനാഷണൽ ലെവൽ ഇറങ്ങിയിട്ട് വേണ്ടി അതിൽ വരുമ്പോൾ പിന്നെ ഈ വണ്ടിക്ക് ഈ മൺകാടും കാര്യങ്ങളൊന്നും വരുന്നില്ല, പിന്നെ ഈ സാരിക്കാട് കാര്യങ്ങളൊന്നും വരുന്നില്ല, മിറർ വരുന്നില്ല, അങ്ങനെ കുറേ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നോട്ടത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞത്. പിന്നെ അത്രയ്ക്ക് വലിയ റിവ്യൂ ഒന്നല്ലെന്ന് നമുക്കറിയാൻ പറ്റും. എൻ്റെ റിവ്യൂ എനിക്ക് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അറിയാം. പെട്ടെന്ന് വണ്ടി നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ല. ഇപ്പോൾ വണ്ടിയുടെ സീറ്റ്, വണ്ടിയുടെ ലുക്ക്, ഒറ്റനോട്ടത്തിൽ വണ്ടി എങ്ങനെയുണ്ട്, പിന്നെ എങ്ങനെയുള്ള ആൾക്കാർക്ക് വണ്ടി സൂട്ടബിൾ ആണ്. നല്ല തടിയുള്ള ആൾക്കാർക്കൊന്നും വണ്ടി ലുക്ക് ഉണ്ടാവില്ല. പിന്നെ മെയിനായിട്ടെന്ന് പറയാനുള്ളത് വണ്ടിയുടെ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ നമ്മൾ സത്യം നോർമലായിട്ട് ഇപ്പോൾ നമ്മളൊരാൾ വണ്ടി കാണുകയാണെങ്കിൽ മെയിനായിട്ട് നോക്കുക അടിപൊളി ഡ്യൂക്ക് എന്ന് പറയുമ്പോൾ കളർ സ്കീം ഇതാ ഓറഞ്ച് വൈറ്റ്. പിന്നെ വണ്ടിയുടെ മെയിൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ അടുത്ത നമ്മൾ
നമ്മൾ നോക്കുക. ഹെഡ്ലൈറ്റ് മീറ്റർ നല്ല ചേഞ്ച് പെട്ടെന്ന് മനസ്സിലാവും. പിന്നുള്ളവർക്ക് മൺകാട് പെട്ടെന്ന് ചിലവർക്ക് മനസ്സിലാവില്ല. പിന്നെ ഷോക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയണവർക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള മെയിനായിട്ട് കാര്യങ്ങൾ. പിന്നെ ഈ പോയിട്ടുള്ള സൈലൻസറിൻ്റെ ഇതും പിന്നെ അണ്ടർ വീലിങ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ഈ വണ്ടി തന്നത് നമ്മുടെ പുഴയ്ക്കിലുള്ള KTM ചേട്ടന്മാരെ വണ്ടി തന്നത് അവരോട് ഒരുപാട് താങ്ക്. ഓക്കെ, അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ ഒരുപാട് കാരണം ഞാൻ വിട്ടുപോയിട്ടോ കേട്ടോ, അല്ലെങ്കിൽ അറിയാം, എന്നാലും ക്ഷമിക്കണം. നിങ്ങൾ മെയിനായിട്ട് ഈ വണ്ടി ഒന്ന് കാണണം. വണ്ടി ഒന്ന് ജസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ വണ്ടി ചിലപ്പോൾ മേടിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ നമുക്ക് ഇതുപോലെ വന്ന് വണ്ടി ഓടിച്ചു നോക്കാനും അതുപോലെ വണ്ടിമ്മ കയറിയിരിക്കാനൊക്കെ ഒരു ഇത് വേണ്ടേ. അപ്പോൾ അങ്ങനെ വണ്ടി വന്നതാണ്. ഞാൻ മെയിനായിട്ട് വണ്ടിമ്മ ഇരുന്നു, ഒന്ന് വണ്ടിമ്മ കയറിയിരുന്നു, ഒന്ന് ഓടിച്ചു നോക്കി ചെറുതായിട്ട്. മെയിനായിട്ട് പുറത്ത് ഓടിക്കാൻ പറ്റില്ല. അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ഇത്രയും പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. ഇത്രയും അടവ് ഒരു 50,000 60,000 രൂപ വേണമെങ്കിൽ എനിക്ക് അടച്ചിട്ട് വേണമെങ്കിൽ വണ്ടി മേടിക്കാം. പക്ഷേ മാസം അടവ് എന്നൊക്കെ പറയുമ്പോൾ സഹിക്കില്ല. പിന്നെ എൻ്റെ പോലെ സാധാരണക്കാർക്കൊന്നും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു വഴിയുള്ളൂ. വണ്ടി ഇഷ്ടപ്പെട്ട വണ്ടി ഷോറൂമിൽ ടെസ്റ്റ് റിവ്യൂ ചെയ്യുക, ഓടിക്കുക, റിവ്യൂ എനിക്ക് എന്തെങ്കിലും പറ്റുന്ന റിവ്യൂ, തെറ്റും പോരായ്മകളൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ഒരു റിവ്യൂ ചെയ്തു, മെയിനായിട്ട് വണ്ടി ഓടിച്ചുല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വണ്ടി കൊടുക്കാൻ പോയി. ഓക്കെ, കൊടുക്കട്ടെ. നമുക്ക് ഷോറൂമിൽ കൊണ്ടു കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് റേറ്റിംഗ് ഒരാൾക്ക് എന്നിട്ട് ചോദിച്ചു നോക്കട്ടെ വണ്ടിയുടെ. ശരിയായി മോനെ, ഫസ്റ്റ് ഗിയർ ഇട്ട്. കൊണ്ടുകൊടുത്തിട്ട് വരാം. വണ്ടി കൊണ്ട് പോവല്ലേ. ഓക്കെ, ന്യൂട്രലാക്കി വെച്ചു. ഇനി നമുക്ക് ചേട്ടൻ്റെ അടുത്ത് പ്രൈസും എത്രയും ചോദിച്ചു നോക്കാം. പ്രൈസ് ഞാൻ പറഞ്ഞിട്ടില്ല, ഇല്ല പറഞ്ഞിട്ടുണ്ടാവില്ല. ചേട്ടാ 250 പ്രൈസ് എത്ര തന്നെ ചേട്ടാ? 3,06,000 അല്ലേ? 390 വരുമ്പോൾ 4,3 വരുന്നുണ്ടല്ലേ? ഓക്കെ, ശരി ചേട്ടാ. വേണ്ടിട്ട് കീ ആയി വെച്ചിട്ടുണ്ട് ചേട്ടാ. ശരി, പോട്ടെ. അവസാനം നമ്മുടെ ഡ്യൂക്ക് എടുക്കാൻ വന്നു. യെസ്, ഇതാണ് നമ്മുടെ ഡ്യൂക്ക്. ഇതാണ് നമ്മുടെ ഡ്യൂക്ക്, എൻ്റെ ഡ്യൂക്ക്. അപ്പോൾ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഞാൻ, നിങ്ങളുടെ കൃഷ്ണദാസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളൂ, വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ബൈ.